PC ജോർജിനെതിരെ നടപടി വേണമെന്ന് കേരള കോൺഗ്രസ് MLAമാർ ഏകകണ്ഠമായാണ് ആവശ്യപ്പെട്ടതെന്ന് N ജയരാജ് MLA. ജോർജിനെതിരെ ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാകും. പലപ്പോഴും മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകളാണ് ജോർജ് സ്വീകരിച്ചത്. നിരവധി തവണ തിരുത്താൻ പാർട്ടി ജോർജിന് അവസരം നൽകിയിരുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ മുന്നണിയിലും ജനങ്ങൾക്കിടയിലും പാർട്ടിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുമെന്നും ജയരാജ് പറഞ്ഞു. സാധാരണ മനുഷ്യർ ഞങ്ങളോടൊക്കെ ചോദിച്ചൊരു കാര്യമുണ്ട്. ഇങ്ങനെ പാർട്ടിയിൽ എങ്ങനെ നിങ്ങളിങ്ങനെ തീരുമാനമെടുക്കുന്നു ചോദിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അദ്ദേഹത്തിന് ഇത് മാനസാന്തരപ്പെടാനും കുറേ കൂടെ എന്താ പറയുന്നത് പാർട്ടിയായിട്ട് യോജിച്ചു പോകാനൊക്കെ ഉള്ള ഒത്തിരി സന്ദർഭങ്ങൾ സത്യത്തിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് ഞാൻ ഒരാളെ ഇപ്പം കേരള കോൺഗ്രസിലെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഒരാളിനെ പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ലൈനൊന്നുമല്ല. ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ട് പോലും അത് തിരുത്താൻ തയ്യാറാകാതെ പലപ്പോഴും പാർട്ടിയെയും മുന്നണിയെയും പലപ്പോഴും ഒരു ഇതിലേക്ക് കൊണ്ടുവന്നു. ആ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോയത്. ഇപ്പോഴുള്ള പ്രശ്നം അതല്ലെന്നേ. ഈ UDFൻ്റെ സമിതിയിൽ പോയി നമ്മളെടുത്തൊരു തീരുമാനത്തിന് വിരുദ്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു തീരുമാനത്തിന് വിരുദ്ധമായി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. പാർട്ടിക്കുമുണ്ട്, പബ്ലിക്കിൻ്റെ മുമ്പിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് പോയത്. MLAമാരെ അഭിപ്രായ വ്യത്യാസമൊന്നും പറഞ്ഞു അങ്ങനെ ഒരു വാർത്ത മീഡിയയായി വന്നിരുന്നു. പക്ഷെ അത് ശരിയല്ല. അത് പാർട്ടി ചെയർമാനെയും വർക്കിംഗ് ചെയർമാനും ചുമതലപ്പെടുത്തുകയും ഇല്ല. അതൊക്കെ വെറുതെ പറഞ്ഞത്. അത് കേരള കോൺഗ്രസിൻ്റെ ആവശ്യം നടപ്പാകുമെന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ പാർട്ടിയുടെ നോമിനി എന്ന നിലയിൽ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചാണല്ലോ നോമിനിയെ വിടുന്നതും പിൻവലിക്കുന്നതും.